അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമുക്ക് ലിവർ എങ്ങനെ വരട്ടാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ലിവർ എടുത്ത് വേവിച്ചതാണ് കേട്ടോ. വേവിച്ച ലിവറാണ്, കുറച്ച് വെള്ളത്തോടെയാണ് വേവിച്ചിട്ടുള്ളത്. വെള്ളം കുറച്ച് കൂടിപ്പോയി. ഞാൻ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ പാനിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തക്കാളിയാണ് കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. ഞാൻ അതിലേക്ക് ഉള്ളി ഇടാം. നന്നായി ഉള്ളിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നമുക്ക് കുറച്ച് വെക്കാം, കൂട്ടി വെക്കണ്ട. കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വെച്ചിട്ട് തന്നെ പതുക്കെ നമുക്കിതൊക്കെ വഴറ്റിയെടുക്കാം. നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി ഇങ്ങനെ ഇട്ടോളി കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഇട്ടോളി. ഉപ്പിട്ട പെട്ടെന്ന് വാടിക്കിട്ടും, അതിന് വേണ്ടിയിട്ട് ഉപ്പിടുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം. ഞാൻ എണ്ണ പോരാ തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഒഴിക്കണം കേട്ടോ. തക്കാളി ഇടുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വണക്കി കൊടുക്കാനും. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ അതിലിട്ടത്. അതിൽ 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, 1 ടീസ്പൂണൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് അധികമല്ലല്ലോ, ഒരു 1/2 കിലോ തന്നെയല്ലേ ഉള്ളൂ. ലിവർ 1/2 കിലോ തന്നെ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ ഇടാം കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ മണങ്ങളൊക്കെ കുറച്ച് കൂടും, കുത്തണ പോലെ മണമാവും. അപ്പോൾ 1/4 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യുക, മഞ്ഞൾപ്പൊടി ഇടാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇടാം. ചെറിയ ടീസ്പൂണാണ്. ആ ടീസ്പൂൺ ഇപ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതെന്താ വെന്തുടഞ്ഞില്ല എന്ന് വിചാരിക്കുക. ഒക്കെ വെന്തുടഞ്ഞ ഒരു പരുവത്തിൽ വരും. അതിൻ്റെ കുറച്ച് കൂടുതൽ വെള്ളമായിട്ടുണ്ട് വേവിക്കുമ്പോൾ. ആ വെള്ളം കളയണ്ട വെച്ചിട്ട് ഞാൻ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി നമുക്ക് എന്ത് ചെയ്യുക, അത് കുറുകി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. കുറുകി വരും. ഞാനിപ്പോൾ ഒരു ഗ്രേവിൻ്റെ പരുവത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത്. അതായത് ബ്രെഡിന് നമുക്ക് കൂട്ടി കഴിക്കാനാണ്. ബ്രെഡും ഈ ഗ്രേവിയും കൂടെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ആ ലിവർ അതിൽ കിടുന്നുണ്ട്. കുറച്ചും കൂടി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഫ്ലാറ്റാണ്, അപ്പുറത്തപ്പുറത്തു നിന്നൊക്കെ സൗണ്ടുകൾ വരുന്നുണ്ട്. 3 പോർഷനായിട്ടുള്ളൊരു ഫ്ലാറ്റാണിത്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരുടെ ഒക്കെ സൗണ്ട് ഇതിലേക്ക് വരുന്നുണ്ട്. കണ്ട, ഗ്രേവി നന്നായി വറ്റി, ആ ചാറൊക്കെ വറ്റി നന്നായിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ അതിൽ കിടന്ന് നന്നായി വെന്ത് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പരുവത്തിലെടുക്കണം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഡ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കാം. ഈ പരുവത്തിലെടുക്കണം ഞാൻ ബ്രെഡിന് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഈ ഗ്രേവിയും ബ്രെഡും ഒരു മുന്തിരി ജ്യൂസും അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കഴിക്കാൻ പോണത്. എന്താ, ഒരു മുന്തിരി ജ്യൂസും എടുത്തിട്ടുണ്ട് ഞാൻ. ബ്രെഡും ഈ ഗ്രേവിയും, ലിവർ ഗ്രേവിയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും.